ബിജെപി നേതാവ് സന്ദീപ് വാര്യർ കൂടി ചേരുന്നു. സ്വാഗതം സന്ദീപ് വാര്യർ. നമുക്കറിയാം മുസ്ലിം ലീഗ് ഇപ്പോൾ പ്രത്യേകിച്ചും NDA വിരുദ്ധ ഘടകകക്ഷി അല്ലെങ്കിൽ ആ ഒരു സഖ്യത്തിനൊപ്പം ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗ് 2015 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ 2015 അനുകൂലിച്ചിരുന്നു. അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ അവരുടെ നിലപാട് അറിയിച്ചതിൻ്റെ രേഖകളാണ് ഇപ്പോൾ ജനൻ TV പുറത്ത് വിടുന്നത്. പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നിലപാട് ചോദിച്ചാൽ അവർ പറയും ഇതൊക്കെ തട്ടിപ്പാണെന്ന് പറയും. പക്ഷേ ഔദ്യോഗികമായി 2015 ചിലവ് കുറയ്ക്കുന്നതിന് ഈ ഒരു സമീപനം നല്ലതാണ് എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ ഇവരുടെ ഇരട്ട മുഖമല്ല ഇപ്പോൾ വ്യക്തമാകുന്നത്. BJP വിരോധത്തിൻ്റെ പേരിൽ മാത്രം രാജ്യത്ത് ഏറെ അനുകൂലമായ സാമ്പത്തികമായി ഏറെ ഭദ്രത വെളിവാക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ ഏറെ ശക്തിപ്പെടുത്തുന്ന പുതിയ സംവിധാനത്തെ മുസ്ലിം ലീഗ് ആദ്യം അത് അനുകൂലിക്കുന്നു. ഇപ്പോൾ BJP വിരോധത്തിൻ്റെ പേരിൽ അതിനെ എതിർക്കുന്നു. ഇതിനെ എങ്ങനെ കാണുന്നു ശ്രീ സന്ദീപ് വാര്യർ? ലീഗ് ചില സമയത്തൊക്കെ മുന്നണിക്കകത്ത് നിന്നിട്ട് പോലും ചില പ്രത്യേക കാര്യങ്ങളിലൊക്കെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന് മുത്തലാഖിന്റെ ബില്ല് ലോക്സഭയിൽ വോട്ടിന് വന്ന സമയത്ത് PK കുഞ്ഞാലിക്കുട്ടി സഭയിൽ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം വിസ്മരിക്കാൻ സാധിക്കുന്നല്ലോ. അപ്പോൾ അത്തരത്തിൽ മുത്തലാഖ് നിരോധന നിയമത്തിനെതിരായി വോട്ട് ചെയ്യാൻ തയ്യാറാകാത്ത സംഘടനയായിരുന്നു മുസ്ലിം ലീഗ് അന്നത്തെ MP കുഞ്ഞാലിക്കുട്ടി എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷെ അതിലപ്പുറം ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഈ ഒരു പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവിനെ രാജ്യത്ത് മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ പിന്തുണച്ചിട്ടുണ്ട്. 32ഓളം രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. രാജ്യത്ത് 67 വരെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു രാജ്യത്ത് നടന്നിട്ടുണ്ടായിരുന്നു. 67 ശേഷം അധികാരത്തിൽ വന്നിട്ടുള്ള ഇന്ദിരാഗാന്ധി ഏകദേശം 50ഓളം സംസ്ഥാന സർക്കാരുകളെ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് പിരിച്ചുവിട്ടപ്പോൾ രാജ്യത്ത് വിവിധ സർക്കാരുകൾ അസ്ഥിരമാക്കപ്പെട്ട സമയത്താണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ നിന്ന് മാറി ഒരു രാജ്യം പല തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് പോയിട്ടുള്ളത്. അത് രാജ്യത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കി, നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കി. അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലേക്ക് രാജ്യം പോയി. നമ്മുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി. സ്വാഭാവികമായിട്ടും ഇപ്പോൾ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുകയും അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. നമ്മുടെ രാജ്യം വീണ്ടും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വികസന പ്രവർത്തനങ്ങൾ അവിരാമം തുടരാനും തടസ്സമില്ലാതെ തുടരാനും നാടിന്റെ മുന്നോട്ടുള്ള പോക്കിൽ തെരഞ്ഞെടുപ്പ് ഒരു തടസ്സമാകാതെ വരാനും തീർച്ചയായിട്ടും ഇത് സഹായിക്കും. അത്തരത്തിൽ ലീഗ് മാത്രമല്ല, ഇനിയിപ്പോ ഇതിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആ രീതിയിലേക്ക് ചിന്തിക്കണം എന്നതാണ് എന്റെ അഭിപ്രായം. അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് ഇത് നരേന്ദ്രമോദി ഇതിന് മുൻകൈ എടുക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട്, BJP മുൻകൈ എടുക്കുന്ന ഒറ്റ കാരണം കൊണ്ട് നാടിനുണ്ടാകുന്ന നന്മകളെ എതിർക്കാതിരിക്കുകയാണ് വേണ്ടത്. ഇവിടെ നമുക്കറിയാം GST കോൺഗ്രസ് ആയിരുന്നു ഇനീഷ്യേറ്റ് ചെയ്തത്. ഈട് GST BJP കൊണ്ടുവന്ന സമയത്ത് അതിനെ ഇവർ എതിർത്തതാണ്. GST യെ കുറിച്ച് ഇപ്പൊ എന്താ രാഹുൽ ഗാന്ധി പറയുന്നത്? അതുപോലെ നിരവധിയായിട്ടുള്ള രാജ്യത്തെ പുതിയ വികസന പദ്ധതികൾ അതല്ലെങ്കിൽ നയരൂപീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ എടുത്തിരുന്ന നിലപാട് ഇപ്പോൾ BJP വന്നതുകൊണ്ട് മാത്രം ഒരു മറ്റൊരു നിലപാടിലേക്ക് പോകുന്നത് കാപട്യം തന്നെയാണ്. ആ കാപട്യത്തിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഈ നിലപാട് മാറ്റം എന്ന് പറയുന്നത്. അതപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ചും NDA വിരുദ്ധ മുന്നണിയിൽ നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുന്ന ഏതൊക്കെ കക്ഷികൾ ഇതിനെ അനുകൂലിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ മുൻകൂട്ടി അത് മനസ്സിലാക്കിയാൽ ഇവരുടെ പ്രതിപക്ഷത്ത് പോലും ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നത പ്രകടമാണ് എന്ന് വ്യക്തമല്ലേ ശ്രീ സന്ദീപ് വാര്യർ? പ്രതിപക്ഷത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് മാത്രമല്ല, ഭരണപക്ഷത്ത് ഇത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായ ഭിന്നതയും ഇല്ല എന്നുള്ളതും പ്രസ്താവകമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് തെലുഗുദേശം പാർട്ടി ആണെങ്കിലും അതുപോലെ തന്നെ JDU ആണെങ്കിലും ഒക്കെ വൺ നേഷൻ വൺ ഇലക്ഷനെ പിന്താങ്ങിയിരിക്കുകയാണ്. അതായത് NDAക്ക് അകത്ത് ഇത് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും, മറിച്ച് ഇന്ത്യ മുന്നണിക്കകത്ത് ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പമാണ്. പാർട്ടികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇക്കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ സന്ദീപ് വാര്യർ.